ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ചിക്കൻ കറിയാണ്. മഹാറാണി ചിക്കൻ എന്നാണ് പേര്. പേര് പോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. മാത്രമല്ല കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു കറിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നൊരു കറിയാണ്. ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ എന്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. ഉണ്ടാക്കിയെടുക്കാനും ഒരുപാട് സമയമൊന്നും വേണ്ട. കുറച്ച് റിച്ച് ആയിട്ടുള്ളൊരു കറിയാണ്, നല്ല സ്പൈസി ആണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു മസാലപ്പൊടി ഉണ്ടാക്കണം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ കുരുമുളക്, ഏലവും ഗ്രാമ്പും കൂടി 3 എണ്ണം വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ജാതിപത്രിയാണ്. ജാതിപത്രി ഒരെണ്ണത്തിൻ്റെ പകുതി ഇട്ടാൽ മതി, കൂടുതലായി പോകണ്ട, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. പിന്നെ ഒരു 4 വറ്റൽമുളക് ഇത്രയും ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വറക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ജാതിപത്രി ഇല്ലെങ്കിൽ ചേർക്കണ്ട, പക്ഷേ കൂടി പോവാതെ നോക്കണം. ഒരെണ്ണം ഫുള്ളൊന്നും ഇടണ്ട. ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് ഇപ്പോൾ ഒന്ന് ചൂടായി കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. നമുക്ക് പൊടിക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിനാണ്. അത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകവും പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ അടുത്ത് പൊടിയാണുള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതല്ല മുഴുവനായിട്ടാണ് ഉള്ളതെങ്കിൽ ഇതെല്ലാം വറക്കുമ്പോൾ ആ കൂട്ടത്തിലിട്ടിട്ട് വറുത്തിട്ട് അങ്ങ് പൊടിച്ചാൽ മതി. നമ്മൾ മല്ലിയൊക്കെ വറക്കുമ്പോൾ ആ കൂട്ടത്തിലിട്ട് അങ്ങ് വറക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നന്നായിട്ട് പൊടിയണം. അപ്പോൾ അതവിടെ മാറ്റി വെച്ചു. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 സവാള സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമില്ല. 2 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 10 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരിത്തിരി വെള്ളം ചേർക്കാം, എന്നാലേ കറക്റ്റായിട്ട് അരിയുള്ളൂ. ഇപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചു. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബട്ടർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, അതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലേക്ക് 2 കഷ്ണം പട്ട ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ 2 ബേ ലീഫ് ഇട്ട് കൊടുത്തു. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്, അണ്ടിപ്പരിപ്പും സവാളയും. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ സവാളയിലൊക്കെ ഉള്ള വാട്ടർ കണ്ടൻറ്റ് ഒന്ന് വറ്റി വരണം. നന്നായിട്ട് അതിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം. തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നോൺ സ്റ്റിക്ക് പാനാണെങ്കിലും തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം അണ്ടിപ്പരിപ്പ് കൂടി ചേർത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് വഴണ്ട് വന്നപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തത്. അത് 1 ടേബിൾ സ്പൂൺ തന്നെ വേണം. 1/2 കിലോ ചിക്കനേ ഉള്ളൂ, എന്നാലും 1 ടേബിൾ സ്പൂൺ തന്നെ എടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി അതും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റി വരണം. വെള്ളമൊക്കെ വറ്റി അതിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം. ഈ സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാല മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു അളവിലെടുത്താൽ 1/2 കിലോ ചിക്കന് നല്ല കറക്റ്റായിരിക്കും. കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ 1 കിലോ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടി മസാലയൊക്കെ എടുക്കുക. അതിന് നന്നായിട്ടൊന്ന് വഴറ്റുക. മസാലപ്പൊടികൾ അതിലേക്കൊന്ന് ചേരണം. എന്നിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പാകത്തിനുള്ള ഉപ്പ്. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ മസാലയാണ് ശരിക്കും നമ്മൾ കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി ഒരു 3 ടേബിൾ സ്പൂൺ ഒട്ടും പുളിയില്ലാത്ത തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പുളിയുള്ള തൈരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. എൻ്റെ അടുത്തുള്ളത് ഒട്ടും പുളിയില്ലാത്ത തൈരായിരുന്നു. അപ്പോൾ അത് ഞാൻ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. പുളി കുറച്ചുള്ളത് ആക്കാൻ മാക്സിമം ശ്രമിക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ചിക്കൻ ഇതിലിട്ടിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്, ഫ്ലെയിം ലോ ആക്കേണ്ട ആവശ്യമില്ല.
ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതങ്ങ് ഒഴിച്ചു കൊടുക്കുക ചെയ്തത്. ചിക്കൻ ഒരു ഹാഫ് കുക്കൊക്കെ ഏകദേശം ആയിട്ടുണ്ടാവും, കാരണം നമ്മൾ ആ മസാലയിലിട്ടിട്ട് തന്നെ ഒന്ന് ഇളക്കിയിട്ടുണ്ടല്ലോ. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അത്രയും ചെയ്താൽ മതി. ഇനി അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏത് മുളക് പൊടിയായാലും കുഴപ്പമില്ല, ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത്. വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. നമ്മളിപ്പോൾ അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കൻ്റെ വലിയ പീസാണെങ്കിൽ വേവാൻ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. ഇനി ഒരു 2-3 മിനിറ്റ് സമയം നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ഇത് തുറക്കുമ്പോൾ എണ്ണയൊക്കെ അത്യാവശ്യം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അവസാനം നമുക്കിതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. കറി ഏകദേശം വെന്ത് റെഡിയായൊരു മട്ടാണ്. എന്നാൽ പോലും ഒരു 2 മിനിറ്റും കൂടി നമ്മളൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്, കാരണം നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ചത് കൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നത്. ഇനി നമ്മൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടും പരമാവധി വെള്ളം കുറച്ചിട്ട് വേണം തേങ്ങാപ്പാൽ എടുക്കാൻ. ഒട്ടും ഒഴിക്കാതുണ്ടെന്നല്ല, പരമാവധി വെള്ളം കുറച്ചിട്ട് എടുക്കുക. ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തേങ്ങാപ്പാൽ ഇല്ല എങ്കിൽ ഫ്രഷ് ക്രീം ആയാലും മതി. ഫ്രഷ് ക്രീമാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിപ്പോൾ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് കസൂരി മേത്തിയാണ് മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. കസൂരി മേത്തി ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറി റെഡിയായി. ഇപ്പോൾ ഇത് നല്ല തിക്കായിട്ടുള്ളൊരു കറിയാണ്, മാത്രമല്ല നല്ല റിച്ചാണ്, നല്ല സ്പൈസിയാണ്. എല്ലാവർക്കും ഏത് പ്രായത്തിലുള്ളവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും വേണ്ട, വളരെ കുറച്ചുണ്ടായാൽ തന്നെ നമുക്ക് കഴിക്കാൻ അത്രയും ആവശ്യത്തിനുള്ളത് ഉണ്ടാവും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്